ഹായ് സ്റ്റുഡൻസ്, ദ കളർഫുൾ ട്രഷർ എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മൂവിങ് ടു ആക്ടിവിറ്റി 1, ലുക്ക് അറ്റ് ദ പോസ്റ്റർ. പ്രിപ്പയർ എ സിമിലർ ഡിജിറ്റൽ പോസ്റ്റർ ടു പ്രൊമോട്ട് റീഡിങ്. ഇവിടെ ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ പോസ്റ്ററിന് പ്രത്യേകത ഉണ്ട്, അത് ഡിജിറ്റൽ പോസ്റ്ററാണ്. ഡിജിറ്റൽ പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പോസ്റ്റർ. ഇത് റീഡിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു പോസ്റ്റർ നിങ്ങൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഈ പോസ്റ്ററിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? ബുക്സ്, ദ ബെസ്റ്റ് കമ്പനി യു ക്യാൻ കീപ്പ്. നിങ്ങളുടെ ബെസ്റ്റ് കമ്പനി ആവുന്നത് ബുക്സാണ്. ബുക്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ മൈൻഡ്, ഹാർട്ട് ആൻഡ് സോൾ. ഓപ്പൺ ദ ബുക്ക് ആൻഡ് സ്റ്റെപ്പ് ഇൻ ടു അനദർ വേൾഡ് ബുക്ക് ഡേ, April 23. അപ്പോൾ വേൾഡ് ബുക്ക് ഡേയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിജിറ്റൽ പോസ്റ്ററാണിത്. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോണോ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഡിജിറ്റൽ പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. Then moving to activity 2, Ninu saw children going to school in the school bus. Write her thoughts. അപ്പോൾ സ്കൂൾ ബസ്സിൽ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് നിന്നു നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എഴുതാനാണ് തോട്ട്സ് ഓഫ് നിന്നു. ഹൗ ലക്കി ദേ ആർ. എന്ത് ഭാഗ്യമുള്ളവരാണ് അവർ. ദേ ഗെറ്റ് ടു ഗോ ടു സ്കൂൾ എവറി ഡേ. അവർക്ക് എന്താണ്, എല്ലാ ദിവസവും സ്കൂളിൽ പോകാൻ കഴിയുന്നുണ്ട്. ഐ വിഷ് ഐ കുഡ് സിറ്റ് വിത്ത് ദം ആൻഡ് ലേൺ ന്യൂ തിങ്സ്. അവരുടെ കൂടെ ഇരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദേ മസ്റ്റ് ബി ലേണിംഗ് സോ മെനി എക്സൈറ്റിംഗ് തിങ്സ് ഇൻ സ്കൂൾ. അവർ സ്കൂളിൽ ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള, ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും പഠിക്കുന്നുണ്ടാവും. ഐ വാണ്ട് ടു റീഡ് ബുക്സ് ആൻഡ് റൈറ്റ്സ് ലൈക്ക് ദേ ഡു. അവർ ചെയ്യുന്ന പോലെ ബുക്കുകൾ വായിക്കുകയും എഴുതുകയും ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വൈ കുഡൻറ്റ് ഐ ഗെറ്റ് എ ചാൻസ് ടു ഗോ ടു സ്കൂൾ. എന്തുകൊണ്ടാണ് എനിക്ക് സ്കൂളിൽ പോകാനൊരു അവസരം കിട്ടാത്തത്? മേ ബി സം ഡേ ഐ വിൽ ഫൈൻഡ് എ വേ ടു ലേൺ. മേ ബി ഏതെങ്കിലും ഒരു ദിവസം ഞാനും പഠിക്കാനുള്ളൊരു വഴി കണ്ടെത്തുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നിന്നുവിൻ്റെ തോട്ട്സ് എഴുതാം നമുക്ക് അല്ലേ. Then activity 2, some sentences from the story are given below. സ്റ്റോറി എന്നുള്ള കുറച്ച് സെൻറ്റൻസസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ദ വേർഡ്സ് ആർ ജംബിൾഡ്. ആ വേർഡ്സ് എങ്ങനെയാണ്, അറേഞ്ച്ഡ് ആണോ? അല്ല, ജംബിൾഡ് ആണ് അല്ലേ. ഓർഡറൊക്കെ തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. റീഅറേഞ്ച് ദ വേർഡ്സ് ടു മേക്ക് മീനിങ് ഫുൾ സെൻറ്റൻസസ്. അപ്പോൾ ഓരോ വേർഡ്സും അറേഞ്ച് ചെയ്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസ് എഴുതണം. ഒന്നാമത്തെ എന്താണ്? വോർ, ഷീ, ദുപ്പട്ട, റെഡ്, എ. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാം? ഷീ വോർ എ റെഡ് ദുപ്പട്ട. ദെൻ സെക്കൻഡ് വൺ എന്താണ്? ഷീ, ടു, ദം, വീക്ക്, മീറ്റ്, നെക്സ്റ്റ്, പ്രോമിസ്ഡ്. ഷീ പ്രോമിസ്ഡ് ടു മീറ്റ് ദം നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച പരസ്പരം കാണാം എന്ന ആ ഒരു ദീദി പ്രോമിസ് ചെയ്യുന്നതാണ്. സ്റ്റാർട്ടഡ് ദീദി എവറി കമ്മിങ് ഡേ. ദീദി സ്റ്റാർട്ടഡ് കമ്മിങ് എവറി ഡേ. Closer, the children curious and inched were. The children were curious and inched closer. Could bus number the children now the read. The children could read the bus number now. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഗെയിമൊക്കെ പോലെ നിങ്ങൾക്ക് തമ്മിൽ ഈ കാര്യം ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരു സെൻറ്റൻസ് എടുക്കുക, അത് ജംബിൾഡ് ആക്കിയിട്ട് നിങ്ങൾ ഫ്രണ്ട്സിന് കൊടുക്കുക, എന്നിട്ട് ഓർഡർ ആക്കാൻ പറയുക അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് ചാപ്റ്റർ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. Then activity 4, look at the words underlined in the following sentences. Here at and for add meaning to the sentences. ഇപ്പോൾ 2 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ 2 വേർഡ്സ് അണ്ടർലൈനും ചെയ്തിട്ടുണ്ട്. ഷീ സ്മൈൽഡ് അറ്റ് ദ ചിൽഡ്രൻ, ദേ സെർച്ച്ഡ് ഫോർ ഹെർ അഡ്രസ്. അപ്പോൾ അറ്റും ഫോറും ആണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ഈ അറ്റ്, ഫോർ എന്ന് പറയുന്ന 2 വേർഡ്സ് എന്താണ്, ആ സെൻറ്റൻസിന് അർത്ഥം നൽകാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് ഫിൽ ദ സെൻറ്റൻസസ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ്. ഈ ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത വേർഡ്സ് ഈ പിക്ചറിന് അനുയോജ്യമായിട്ട് ചെയ്യണം. അപ്പോൾ ഏതൊക്കെയാണ് ഫില്ല് ചെയ്യണം, ഏതൊക്കെയാണ് വേർഡ്സ് നോക്കിയാൽ ഓവർ എന്ന് പറഞ്ഞാൽ മുകളിലൂടെ, അണ്ടർ എന്ന് പറഞ്ഞാൽ താഴെ, ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നതാണ് അല്ലേ. ദെൻ ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ അരികിൽ, ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ. അപ്പോൾ ഇത്രയും വേർഡ്സ് എല്ലാവരും പഠിച്ചു വെക്കണം കേട്ടോ. ഇനി ആ പിക്ചർ നോക്കണം. ഒരു പിക്ചർ കണ്ട ഇവിടെ ഈ പിക്ചറിനനുസരിച്ചാണ് ഈ താഴെയുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്താണ്, ദിസ് ഈസ് സ്മിനൂസ് റൂം. സ്മിനുവിൻ്റെ റൂമാണ്. സ്മിനു ഈസ് സ്റ്റാൻഡിങ് ഡാഷ് ദ ടേബിൾ. സ്മിനു ടേബിളിൻ്റെ എവിടെയാണ് നിൽക്കുന്നത്? ടേബിളിൻ്റെ മുമ്പിലായിട്ടാണല്ലേ. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ നിന്ന് എന്ത് തിരഞ്ഞെടുക്കാം? മുമ്പിൽ എന്നുള്ള അർത്ഥത്തിൽ ഇൻ ഫ്രണ്ട് ഓഫ്. അപ്പോൾ സ്മിനു ഈസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടേബിൾ. ഹെർ ബാൾ ഈസ് ഡാഷ് 2 ടേബിൾസ്. അവളുടെ ബാൾ എങ്ങനെയാണ്? 2 ടേബിളിൻ്റെ ഇടയിലായിട്ടാണ് അല്ലേ.
അപ്പോൾ 2 ടേബിളിൻ്റെ ഇടയിൽ എന്നുള്ള അർത്ഥം വരുന്ന വേർഡ് ബിറ്റ്വീൻ എന്നാണ്. ബ്രാക്കറ്റിൽ നിന്ന് ബിറ്റ്വീൻ എന്ന് തിരഞ്ഞെടുത്തിട്ട് മിനൂസ് ബോൾ ഈസ് ബിറ്റ്വീൻ 2 tables എന്ന് കൊടുക്കാം. ഹെർ പെറ്റ് റാബിറ്റ് ഈസ് ജമ്പിങ് ഡാഷ് ദ ടേബിൾ. ടേബിളിൻ്റെ മുകളിലൂടെയാണ് റാബിറ്റ് ജമ്പ് ചെയ്യുന്നത് അല്ലേ, ചാടുന്നത്. അപ്പോൾ മുകളിലൂടെ എന്ന അർത്ഥത്തിൽ ഓവർ. ഹെർ പെറ്റ് റാബിറ്റ് ഈസ് ജമ്പിങ് ഓവർ ദ ടേബിൾ. ഹെർ ക്യാറ്റ് ഈസ് ലൈങ് ഡാഷ് ദ ടേബിൾ. ക്യാറ്റ് എവിടെയാണ് കിടക്കുന്നത്? ടേബിളിൻ്റെ അടിയിലാണ്. അപ്പോൾ അടിയിൽ നിന്ന് അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? ബ്രാക്കറ്റിൽ അണ്ടർ. അപ്പോൾ ഇവിടെ സെൻറ്റൻസ് എങ്ങനെ വരും? ഹെർ ക്യാറ്റ് ഈസ് ലൈങ് അണ്ടർ ദ ടേബിൾ. അപ്പോൾ ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നു. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ 2 സാധനങ്ങളുടെ ഇടയിൽ. ദെൻ ഓവർ എന്ന് പറഞ്ഞാൽ മുകളിലൂടെ. അണ്ടർ എന്ന് പറഞ്ഞാൽ അടിയിൽ. അപ്പോൾ ഈ വേർഡ്സിൻ്റെ ഒക്കെ അർത്ഥം പഠിച്ചു വെക്കണം. ഇതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കും. Then activity 5, read the following news report and answer the questions below. താഴെ ഒരു പത്രവാർത്ത തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻസ് എഴുതാനാണ്. സതി MV ഈസ് ഓൺ എ റീഡിംഗ് സ്പ്രീ. കാഞ്ഞങ്ങാട്. എ ferocious reader, Sati is living with a rare disorder, making it difficult for her work. അപ്പോൾ സതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറേഷ്യസ് റീഡർ. വെറേഷ്യസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിട്ട് നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ് സതി. സതിയുടെ അവസ്ഥ എന്താണ്? അവർക്കൊരു റെയർ ഡിസോർഡർ ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് നടക്കാൻ പറ്റില്ല. ഷീ ഹാസ് ബീൻ ബെഡ് റിഡൻ ഫോർ പാസ്റ്റ് 25 years. ഏകദേശം 25 വർഷമായിട്ട് ആളെന്നാണ് ബെഡ് റിഡൻ ആണ്, കിടപ്പിലാണ്. ഇൻ സ്പൈറ്റ് ഓഫ് ദ ഡിസീസ് ഷീ ലവ്സ് റീഡിങ്. അപ്പോൾ ഈ അസുഖം ഉണ്ടെങ്കിലും ആൾക്ക് എന്താണ്, വായിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ്. സിറ്റിംഗ് ഇൻ ദ ബെഡ് ഷീ ഹാസ് റെഡ് മോർ ദാൻ 2000 books ആൻഡ് റിവ്യൂഡ് ദം. അപ്പോൾ ഈ ബെഡിലിരുന്നു കൊണ്ട് അവരെന്താണ് 2000-ലധികം ബുക്ക് വായിച്ചിട്ടുണ്ട്. ഷീ സേസ് ഹാപ്പിലി, മൈ ഫാദർ സിവിക് കൊടക്കാട് ഈസ് ദ പേഴ്സൺ ഹൂ led me to the wonderful world of reading. He also motivated me to write articles. അപ്പോൾ ഈ ഒരു വായനയുടെ ലോകത്തേക്ക് അവളെ എത്തിച്ചതും, അവൾ ഈ എഴുത്തിൻ്റെ ലോകത്തേക്ക് എത്തിച്ചതും അവളുടെ ഫാദറാണ്. ഫാദർ ഒരുപാട് അവളെ മോട്ടിവേറ്റ് ചെയ്തു. ഹെർ ബയോഗ്രഫി റീഡ് ആൻഡ് ഫൊഗെറ്റ് പെയിൻ വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് ആസ് മോട്ടിവേഷണൽ സ്റ്റോറി. അപ്പോൾ അവരുടെ ജീവചരിത്രം റീഡ് ആൻഡ് ഫൊഗെറ്റ് പെയിൻ, ഇതെന്താണ് പല ക്ലാസ്സുകളിലെയും ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഉണ്ട് ഇതിൻ്റെ ഭാഗങ്ങൾ. ഷീ ഹാസ് എ കളക്ഷൻ ഓഫ് മോർ ദാൻ 400 ലെറ്റേഴ്സ് ഫ്രം ഫേമസ് റൈറ്റേഴ്സ്. അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള എഴുത്തുകാർക്ക് ഇവർ കത്തെഴുതി അവർക്ക് തിരിച്ച് ലെറ്റേഴ്സ് കിട്ടിയ ഏകദേശം 400 ലെറ്റേഴ്സ് ഉണ്ട് ഇതുപോലെ അവരുടെ കയ്യിൽ. ഷീ ഹാസ് റിസീവ്ഡ് ന്യൂമറസ് അവാർഡ്സ് ഇൻക്ലൂഡിങ് സർഗപ്രതിഭ നാഷണൽ അവാർഡ്. അപ്പോൾ ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് സർഗപ്രതിഭ നാഷണൽ അവാർഡ്. ഹെർ നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് ഗുളിക വരച്ച ചിത്രങ്ങൾ. അപ്പോൾ അവിടെ വർക്ക്സാണ്. ഒന്നാമത്തെ വർക്ക് ഗുളിക വരച്ച ചിത്രങ്ങൾ, പിന്നെയോ കാൽവരയിലെ മാലാക എന്നുള്ള 2 വർക്കാണ് അവരുടെ നോട്ടബിളായിട്ടുള്ള ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന വർക്കുകൾ. ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് അടിയിലുണ്ട്. വാട്ട് ഈസ് ദ ന്യൂസ് റിപ്പോർട്ട് എബൌട്ട്? എന്തിനെ കുറിച്ചാണ് ഈ ന്യൂസ് റിപ്പോർട്ട്, പത്രവാർത്ത? ദ ന്യൂസ് റിപ്പോർട്ട് ഈസ് എബൌട്ട് സതി MV, എ വൊറേഷ്യസ് റീഡർ. അപ്പോൾ വളരെയധികം വായിക്കാൻ ഇഷ്ടപ്പെടുന്ന സതി MV എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ കുറിച്ചാണ് ഈ ഒരു ന്യൂസ് റിപ്പോർട്ട്. വാട്ട് ഈസ് സതീസ് പ്രോബ്ലം? സതിയുടെ പ്രശ്നം എന്താണ്? ഷീ ഹാസ് എ റെയർ ഡിസോർഡർ മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ഹെർ ടു വാക്ക്. നടക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു ഡിസോർഡറാണ്. ഷീ ഹാസ് ബീൻ ബെഡ് റിഡൻ ഫോർ പാസ്റ്റ് 25 years. ഏകദേശം 25 വർഷമായിട്ട് അവൾ എന്താണ്, ബെഡ് റിഡൻ ആണ്, കിടപ്പിലാണ്. വേർ ഇസ് ദിസ് ന്യൂസ് റിപ്പോർട്ട് ഫ്രം? ഈ ന്യൂസ് റിപ്പോർട്ട് എവിടെ നിന്നുള്ളതാണ്? കാഞ്ഞങ്ങാടിൽ നിന്നുള്ളതാണ് അല്ലേ. വാട്ട് മേജർ അവാർഡ് ഷിഡ് സതി റിസീവ്? സതിക്ക് ലഭിച്ച മേജർ അവാർഡ് ഏതായിരുന്നു? സർഗപ്രതിഭ നാഷണൽ അവാർഡായിരുന്നു. ദെൻ ഹൂ മോട്ടിവേറ്റഡ് സതി? അവളെ മോട്ടിവേറ്റ് ചെയ്തതായിരുന്നു ഹെർ ഫാദർ മോട്ടിവേറ്റഡ് ഹെർ. ദെൻ വാട്ട് ആർ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്? അവളുടെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഏതൊക്കെയായിരുന്നു? ഗുളിക വരച്ച ചിത്രങ്ങൾ, അതുപോലെ തന്നെ കാൽവരയിലെ മാലാക. ക്രിയേറ്റ് യുവർ ഓൺ ബുക്ക്. അടുത്ത ഒരു ക്രിയേറ്റീവായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. നിങ്ങളോട് സ്വന്തമായിട്ടൊരു ബുക്ക് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്രിയേറ്റ് എ സിമ്പിൾ ഇല്ലസ്ട്രേറ്റഡ് ബുക്സ് ഓഫ് യുവർ ഓൺ. യു ക്യാൻ ഡ്രോ സ്യൂട്ടബിൾ പിക്ചേഴ്സ് ആൻഡ് കളർ ദം. ഇത് ഒരു സിമ്പിളായിട്ട് കുറേ പിക്ചേഴ്സൊക്കെ വരച്ച് കളറൊക്കെ ചെയ്തിട്ടുള്ളൊരു ബുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാനാണ്. വാട്ട് സ്റ്റോറീസ് വിൽ യു ആഡ് ഇൻ യുവർ ബുക്ക്? എന്തൊക്കെ സ്റ്റോറീസ് നിങ്ങൾ ബുക്കിൽ എഴുതും? വിൽ ഇറ്റ് ബി പിക്ചർ സ്റ്റോറീസ്? ചിത്രകഥകളായിരിക്കുമോ? വിൽ യു ഇൻക്ലൂഡ് പോംസ്? കവിതകൾ എഴുതുമോ അതിൽ? ഹൗ വിൽ യു ഡിസൈൻ ദ കവർ? ഇനി ആ ബുക്കിൻ്റെ കവർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക? പ്രിപ്പയർ ദ സ്റ്റോറി ബുക്ക് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. അപ്പോൾ ഓരോരുത്തരും
ഒരു സ്റ്റോറി ബുക്ക് ഉണ്ടാക്കുക. അതിൽ കഥകൾ, കവിതകൾ, പിക്ചേഴ്സൊക്കെ വരച്ചിട്ട് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാനാണ് ആ ബുക്ക് കേട്ടോ. ദെൻ ക്രാഫ്റ്റ് കോർണർ, ഡിസൈൻ ബുക്ക് മാർക്സ് യൂസിങ് ചാർട്ട് പേപ്പർ ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്. നിങ്ങൾ ബുക്ക് മാർക്സ് കണ്ടിട്ടുണ്ടോ? ബുക്ക് മാർക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വായിച്ചിട്ട് ഏതുവരെ വായിച്ചു എന്ന് അടയാളം വെക്കുന്നതാണല്ലേ. അപ്പോൾ ചാർട്ട് പേപ്പറൊക്കെ യൂസ് ചെയ്ത് ബുക്ക് മാർക്ക് ഉണ്ടാക്കാനാണ്. പല കളറുകളിൽ ഉണ്ടാക്കാം. ഇവിടെ കുറച്ച് പിക്ചേഴ്സൊക്കെ തന്നിട്ടുണ്ട് അല്ലേ, പല കളറിൽ, പല ഷേപ്പിൽ, പല കോഡ്സൊക്കെ എഴുതിയിട്ട് ഇതുപോലെ ബുക്ക് മാർക്സ് ഉണ്ടാക്കാം. ചിൽഡ്രൻ ലവ്ഡ് ബുക്സ്, ദേ ഡിഡ്ന്റ് വാണ്ട് ടു സ്പോയിൽ ഇറ്റ്സ് ബൈ ഫോൾഡിങ് ദ പേജസ്. അപ്പോൾ എന്താണ്, കുട്ടികൾക്ക് പുസ്തകങ്ങൾ ഒരുപാട് ഇഷ്ടമായി, പക്ഷേ വായിച്ചത് ഏതുവരെ എന്നുള്ള അറിയാൻ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുക, ബുക്ക് മടക്കി വെക്കൂലേ. അങ്ങനെ മടക്കി വെച്ച് ആ ബുക്കിനെ നശിപ്പിക്കാൻ അവരിഷ്ടപ്പെട്ടില്ല. സോ ദ ഡിസൈഡ് ടു മേക്ക് ബുക്ക് മാർക്സ്. അങ്ങനെ അവരെന്താണ്, ബുക്ക് മാർക്സ് ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണ്. ഹെൽപ്പ് ദം ടു മേക്ക് ബ്യൂട്ടിഫുൾ ബുക്ക് മാർക്സ്. അങ്ങനെ അവരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുക്ക് മാർക്സ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സം സാമ്പിൾസ് ആർ ഗിവൺ ബിലോ. അപ്പോൾ എന്താ, കുറച്ച് ബുക്ക് മാർക്സിൻ്റെ മാതൃകകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം അല്ലേ. അതുപോലെ തന്നെ ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്ന ഒരു വിധം അവിടെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ ഫോൾഡ് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളോട് ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ ഏതൊക്കെ ആക്ടിവിറ്റീസാണ് പഠിച്ചത്? പോസ്റ്റർ മേക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതുപോലെ നിനുവിൻ്റെ തോട്ട്സ് എഴുതി, ജംബിൾഡ് ഓർഡറിൽ തന്നിട്ടുള്ള സെൻറ്റൻസസ് കറക്റ്റ് ചെയ്ത് എഴുതി, അതുപോലെ തന്നെ എന്താണ്, ഇൻ ഫ്രണ്ട് ഓഫ്, ബിറ്റ്വീൻ, ഓവർ, അണ്ടർ, ബിസൈഡ്സ് പോലുള്ള വാക്കുകളൊക്കെ പഠിച്ചു. പിന്നെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വായിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു അല്ലേ. ഇനി നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ഒരു ബുക്ക് ഉണ്ടാക്കണം, അതുപോലെ ബുക്ക് മാർക്സും ഉണ്ടാക്കണം. ഇത്രയും ആക്ടിവിറ്റീസാണ് ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. കീപ് വാച്ചിങ്. താങ്ക് യു ഓൾ.